പ്രൈസ് ലോൺ ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് വൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹാലലുയ. നമുക്കൊരു ചെറിയ ചിന്ത ദൈവനാമത്തിൽ പങ്കുവെക്കാം. ഹാലലുയ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഹാലലുയ തുടക്കം മുതൽ ഹാലലുയ പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാവരും ചേർന്ന് ഹാലലുയ വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയെ പിടിക്കുന്നു. ഹാലലുയ. എന്നിട്ട് ആ സ്ത്രീയെ ഹാലലുയ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യുന്നവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞ് ഹാലലുയ പരീശന്മാരും ശാസ്ത്രിമാരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് ഇത് പറയുമ്പോൾ കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കാരണം പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്, കർത്താവിനെ കൊടുക്കേണ്ടതിന്. ഹാലലുയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇന്ന് പൽക്കാലം ഹാലലുയ കർത്താവ് നമ്മളോട് പറയുന്നത്, ഹാലലുയ നമ്മളോട് കർത്താവിന് പറയാനുള്ളത്, കർത്താവിൽ വിശ്വസിപ്പാൻ തയ്യാറാകുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ സ്ത്രീ ഹാലലുയ ഒരു പക്ഷേ അവൾ പാപം ചെയ്തിരിക്കാം. ഹാലലുയ ഒരു പക്ഷേ ഹാലലുയ അവൾ ദൈവത്തോട് പാപം ചെയ്ത് അവൾ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. അവളെ പരസ്യമായി വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവളുടെ ഹൃദയം എത്രമാത്രം തകർന്നിട്ടുണ്ടാകും അല്ലേ. ഹാലലുയ. സ്തോത്രം. ഇന്ന് വൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമല്ലേ അവൾ അനുഭവിച്ച വേദന. അവൾ ഹാലലുയ യേശു കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ഇപ്പോൾ ഇവർ കല്ലെറിഞ്ഞ് കൊല്ലും, എനിക്ക് നീതി കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഹാലലുയ എനിക്ക് വേണ്ടി ന്യായം പറയുവാൻ ആരുമില്ലെന്ന് അവൾ ചിന്തിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് അവളെ കൊണ്ടുവന്ന് ഒരു കൂട്ടം ജനം കയ്യിൽ കല്ലുമായി നിൽക്കുകയാണ്. കർത്താവിൻ്റെ ഒരു വാക്ക് പറയുമ്പോൾ അവളെ എറിയാനായിട്ട്. ഹാലലുയ. സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയ. ഹാലലുയ. ഹാലലുയ. അവൻ പാപികളെ രക്ഷിപ്പാനായി ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, ഒരാട് തെറ്റിപ്പോയാൽ 100 ആടുണ്ട്, ഒരെണ്ണം തെറ്റിപ്പോയാൽ ആ തെറ്റിയതിൻ്റെ പിറകിലേക്ക് കർത്താവ് ചെല്ലും. ഒരിക്കലും അതിനെ ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം ഹാലലുയ ആ സ്ത്രീക്ക് കർത്താവ് പാപക്ഷമ കൊടുക്കുകയാണ്. കർത്താവ് അവളോട് പറയുന്നുണ്ട്, ഹാലലുയ കല്ലെറിയാൻ വരുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കല്ലെറിഞ്ഞോളാൻ. ഹാലലുയ. അവരെല്ലാം കുറ്റബോധ നിമിത്തം കല്ല് താഴെ ഇട്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ യേശു കർത്താവും ആ സ്ത്രീയും മാത്രമാകുകയാണ്. അപ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ലെങ്കിൽ ഞാനും വിധിക്കുന്നില്ല, നീ പൊയ്ക്കോ, ഇനി പാപം ചെയ്യരുതെന്ന്. ഹാലലുയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. ഹാലലുയ. സ്തോത്രം. ഒരു പ്രതീക്ഷയുമില്ലാതെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹാലലുയ. നിങ്ങളെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞോട്ടെ, നിങ്ങളെ മറ്റുള്ളവർ എന്ത് തന്നെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളെ ചതിക്കത്തില്ല കേട്ടോ. ഹാലലുയ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹാലലുയ. നിങ്ങളുടെ ഏത് അവസ്ഥയിലും കർത്താവ് നിങ്ങളെ താങ്ങി നടത്തും. നിങ്ങൾ പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിച്ച് കൊണ്ടുവരുവാൻ